മലയാണ്മയ്ക്കൊണ്ടൊരു താളം, മലയാളത്തിനുണ്ടൊരു രാഗം, മധുചൊരിയുന്നൊരു സംസ്കാരം, മലരണിയും മൃദുമോഹങ്ങൾ, അക്ഷരമണിയും കാവ്യങ്ങൾ, അർത്ഥതലങ്ങളുടെ ഔന്നത്യം, മാമ്പൂവൊഴിയും നടവഴിയിൽ, മാമ്പഴമുതിരും പൂന്തൊടിയിൽ, നാലുകെട്ടിനകവഴിയിൽ അച്ഛനുണർത്തിയ മന്ത്രങ്ങൾ, വിഷുക്കണിപ്പവനുതിരും പുലരികൾ, നന്മപ്പെരുന്നാൾ പൊൻപിറകൾ, ക്രിസ്മസ് കരോളി നീളങ്ങൾ, ഹൃദയക്കടലിൻ ആഴങ്ങൾ, സമത്വസുന്ദര കേരളം, ഇത് സമന്വയത്തിൻ കേരളം, സാഹോദര്യ പൊൻതീരം, എന്റെ കേരളം, എന്റെ കേരളം, സ്നേഹകേരളം. ചന്ദന ചർച്ചിത നീലകളേബര, ചന്ദന ചർച്ചിത നീലകളേബര, പീത വസന വനമാലേ, കേളി ചലൻ വിലാസിനി വിലസതി പരേ വധൂനികരേ, വിലാസിനി വിലസതി പരേ. പ്രമദവനങ്ങളുണർന്നു, കലയുടെ വനദുർഗകളുമുണർന്നു, പ്രമദവനങ്ങളുണർന്നു, കലയുടെ വനദുർഗകളുമുണർന്നു, കരിമഷി വീണു കലങ്ങിയ വാനം കവിള തുടച്ചു വിടന്നു,
കരിമഷി വീണു കലങ്ങിയ വാനം കവിളു തുടച്ചു വീടന്നു. തക്കം തേരേ ജിഗി ജിഗി തക്കം തേരേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ. കറുകറെ കാർമുകിൽ കൊമ്പനാന പുറത്തേരിയേഴും നള്ളും മൂർത്തി. കറുകരെ കാർമുകിൽ കൊമ്പനാന പുറത്തേരിയെഴുന്നള്ളും മൂർത്തി. ജിഗി ജിഗി തക്കം തേരേ ജിഗി ജിഗി തക്കം തേരേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ. മനസ്സാകെ നനഞ്ഞല്ലോ തീ കാഞ്ഞു വിടഞ്ഞല്ലോ ഒഴിയും നീ വഴിയുന്നു അഴിഞ്ഞു ഞങ്ങൾ തളർന്നുറങ്ങുന്നു. കറുകറെ കാർമുകിൽ കൊമ്പനാന പുറത്തേരിയേഴും നള്ളും മൂർത്തി. ജിഗി ജിഗി തക്കം തേരേ ജിഗി ജിഗി തക്കം തേരേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം ജിഗി ജിഗി തക്കം ജിഗി ജിഗി തക്കം ജിഗി തക്കം ജിഗി തക്കം ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ. വിരവിരട കുമരവിഭോ ചരുതര ഗുണസാഗരഭോ മരരവണ്യാനായി മനോഹരതരുണ്യ ജയ ജയ പുരി കരുണ്യ വന്നിടുക ചാരത്തിക വാരുത്ത നേരത്തൊരു വാരത്തര സാരസ്യ സാരമാരസ്യ ലീലക ചെയ്വരിനും കാളികലോചന മാരേനാം വിടകടഞ്ഞു വിവിധ ഗുരു വെളികളായി മുഖരക മലകൾ പണി കരം കൊട്ടിച്ചാലതെ കടി ഇരുമുമ്പിൽ കാലത്തോട് വേളത്തോട് മേടിച്ചൊരു കുലത്തോട് മാലയിടണം ഈ ജഗത്തിൽ വളർത്തിടണം പണിവളകൾ തിരുങ്ങിടവേ വരം ചേർത്ത കൊണ്ട കുലുങ്ങിടവേ വെളിയഴിഞ്ഞും നവസുമ ശരി പൊഴിഞ്ഞും തളമൃദു വെളി പൊഴിഞ്ഞും സഹികേ കല്യാണി കരവേണി സുരവേണി സുസ്മിനി വിളങ്ങി കുമ്മിയടിച്ചിടണം നായി വണങ്ങി കുമ്മിയടിച്ചിടണം ഇണങ്ങി കുമ്മിയടിച്ചിടണം നായി വണങ്ങി കുമ്മിയടിച്ചിടണം ഇണങ്ങി കുമ്മിയടിച്ചിടണം നന്നായി വണങ്ങി കുമ്മിയടിച്ചിടണം ഇണങ്ങി കുമ്മിയടിച്ചിടണം നന്നായി വണങ്ങി കുമ്മിയടിച്ചിടണം ഇണങ്ങി കുമ്മിയടിച്ചിടണം നന്നായി വണങ്ങി കുമ്മിയടിച്ചിടണം. ശ്രീ മഹാ
ശ്രീപുള്ളോർ കുടം കൊണ്ട് ഒമന ഉണ്ണീരേ നവര പാടുന്നേ ഒമന ഉണ്ണീരേ നവര പാടുന്നേ അമ്മയ്ക്ക് മുത്താണ് അച്ഛന് പൊന്നാണ് മുത്തശ്ശി അമ്മയ്ക്കോ കണ്ണിനു കണ്ണാണ് അമ്മയ്ക്ക് മുത്താണ് അച്ഛന് പൊന്നാണ് മുത്തശ്ശി അമ്മയ്ക്കോ കണ്ണിനു കണ്ണാണ് നാവരോഴിയേണം നാൾദോഷം തീരേണം നാഗശാപങ്ങളും ഒക്കെയൊഴിയണം നാവരോഴിയേണം നാൾദോഷം തീരേണം നാഗശാപങ്ങളും ഒക്കെയൊഴിയണം ഒമന ഉണ്ണീരേ നവരോ പാടുന്നേ ഒമന ഉണ്ണീരേ നവരോ പാടുന്നേ നവര പാടുന്നേ നവര പാടുന്നേ നവര പാടുന്നേ നവര പാടുന്നേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുർഗണ്യകരലേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ബാലസ്താവൽ ക്രീഡാസക്ത തരുണസ്താവൽ തരുണീസക്ത. ബാലസ്താവൽ ക്രീഡാസക്ത തരുണസ്താവൽ തരുണീസക്ത. വൃദ്ധസ്താവൽ ചിന്താസക്ത പരമേ ബ്രഹ്മണി കോവിനസക്ത. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഡരേ ശയനം. ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ.
ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഹിന്ദുവും ക്രിസ്ത്യനും മുസൽമാനും ഒരുപോൽ സ്നേഹിച്ച് വളരും നാട്. ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യർ അറിവിട്ട ഗുരുസ്വാമി പിറന്ന നാട്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. ആപത്തങ്ങാക്കുമൊട്ടില്ലതാനും മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. സർട്ടിഫിക്കറ്റ്സ് ഓഫ് പാർട്ടിസിപ്പേഷൻ അത് നമുക്ക് വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് എയിമയുടെ ഭാരവാഹികൾ വേദിയിലേക്ക് എത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എയിമയുടെ സീനിയർ വൈസ് പ്രസിഡൻറ്റ്, ജനറൽ സെക്രട്ടറി, സോണൽ വൈസ് പ്രസിഡൻറ്റ്, നാഷണൽ വൈസ് ചെയർമാൻ, സ്റ്റേറ്റ് പ്രസിഡൻറ്റ്, NEC മെമ്പർ ശ്രീ മുരളീധരൻ ചേട്ടൻ, നായർ സാർ, അഡ്വക്കേറ്റ് പ്രേമ മോഹനൻ, ശ്രീമതി സുമ മുകുന്ദൻ, GK നായർ സാർ, മധ്യപ്രദേശിനെ പ്രതികരിച്ച് സാർ ജോളി എലന്തൂർ, കോമളൻ ചേട്ടൻ, ഗോവയെ പ്രതിനിധീകരിച്ച് ശ്രീ ശങ്കരനാരായണൻ. ഇന്നത്തെ പരിപാടി മൊത്തം അനൗൺസ് ചെയ്തത് ശ്രീ ശ്യാംലാലാണ്. അദ്ദേഹത്തിന് നല്ല കൈയടി കൊടുക്കും. പേര് വിളിക്കുന്ന ക്രമത്തിൽ ദയവായി മത്സരാർത്ഥികൾ വേദിയിലേക്ക് എത്തണം. അനന്യ ദിലീപ് കുമാർ, മഹാരാഷ്ട്രയിലെ മുംബൈയിലുള്ള കുട്ടി തന്നെയാണ്. അനന്യ ദിലീപ് കുമാർ, പേര് വിളിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് വരെ നിങ്ങളുടെ കയ്യടിയുടെ പശ്ചാത്തലത്തിലായിരിക്കണം ഈ സർട്ടിഫിക്കറ്റ് വിതരണമെന്ന് ആഗ്രഹിക്കുന്നു, വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപർണ അജിത് കുമാർ പിള്ളൈ, അപർണ ഗോവയിൽ നിന്നും വരുന്ന കുട്ടിയാണ്. സർട്ടിഫിക്കറ്റ് വാങ്ങിയതിനു ശേഷം ദയവായി മത്സരാർത്ഥികൾ വേദിയിൽ തന്നെ തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപർണ അജിത് കുമാർ പിള്ളൈ, ഷീസ് ഫ്രം ഗോവ. മധ്യപ്രദേശിൽ നിന്നും എത്തിയ ഇവ സാറ മാത്യു, ഗൗരി തനയ മഞ്ചേഷ്. ഗൗരി വരുന്നത് ഗുജറാത്തിൽ നിന്നുമാണ്. മുംബൈയുടെ പ്രിയപ്പെട്ട കുട്ടി ഗായകൻ പത്മനാഭ് മനോഹർ നായർ, പത്മനാഭനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സായന്തന മോഹൻ, സായന്തന എത്തുന്നത് ഗോവയിൽ നിന്നുമാണ്. സായന്തന മോഹൻ. പത്മനാഭ് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതേ പ്രായത്തിൽ നമ്മുടെ ഹൃദയം കവർന്ന പ്രിയപ്പെട്ട ഗായകൻ, യുവഗായകൻ സിദ്ധാർത്ഥ് സോണി, മുംബൈയിലെ പ്രിയപ്പെട്ട സിദ്ധാർത്ഥ്. ഗോവയിൽ നിന്നും എത്തിയിട്ടുള്ള
ശ്രീനിക സുനിൽ. ശ്രീനിക സുനിലിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഗോവയിൽ നിന്ന് തന്നെ എത്തിയ അനഘ എസ്. വേറൊരു അനഘ കൂടി ഗോവയിൽ നിന്നെത്തുന്നു, അനഘ ജി നായർ. അനഘ ജി നായരെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. മുംബൈയിലെ പ്രിയ ഗായകൻ ധന്വിൻ ജയചന്ദ്രൻ. ധന്വിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ധനുവിന് ശേഷം മുംബൈയിൽ നിന്നെത്തുന്നത് ഋത്വിക് സുഭാഷ്. ഋത്വിക് സുഭാഷ്. ഇവരോടൊപ്പം മുംബൈയിൽ നിന്നും ശ്രേയസ് നായർ. ശ്രേയസിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്വേത നമ്പ്യാർ. ശ്വേത വരുന്നത് ഗുജറാത്തിൽ നിന്നുമാണ്. ശ്വേത നമ്പ്യാർ. ശ്രീ എ വി സജി. ഗുജറാത്തിൽ നിന്നും വന്നിട്ടുള്ള ശ്രീ എ വി സജി. മധ്യപ്രദേശിൽ നിന്നും ഈ മത്സരത്തോടൊപ്പം ചേർന്ന ആനന്ദ് എ എസ് രാജ്. ആനന്ദ് എ എസ് രാജ്. മുംബൈയിലെ പ്രിയ ഗായിക ആശ പുരവൻകര. ഒപ്പം ജന്യ പ്രവീൺ നായർ. ശ്രീ ജ്യോതിൻ ഗോപിനാഥൻ നായർ. ഗുജറാത്തിൽ എത്തിയ പ്രിയ ഗായകൻ ജ്യോതിൻ ഗോപിനാഥൻ നായർ. ആന്റണി റാൽഫ് രാജു. മുംബൈ സ്വദേശി തന്നെയാണ് ആന്റണി. കൃഷ്ണേന്ദു ശങ്കർ. കൃഷ്ണേന്ദു ശങ്കർ വരുന്നത് ഗോവയിൽ നിന്നാണ്. മധ്യപ്രദേശിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്ന പി ജി ശ്രീനിവാസൻ. ശ്രീ പി ജി ശ്രീനിവാസനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സിദ്ധിജ നായർ. സിദ്ധിജ നായർ മുംബൈയിലെ പ്രിയ ഗായികയാണ്. ശ്രീ സുഭാഷ് ടി എസ്. മധ്യപ്രദേശിൽ നിന്നുമെത്തിയ ശ്രീ സുഭാഷ് ടി എസ്. ഇത്രയും പേരാണ് ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ എന്നീ വിഭാഗങ്ങളിൽ. ശ്രീ സുഭാഷ് ടി എസ് ഈ 3 വിഭാഗങ്ങളിലായി ഇന്നിവിടെ ഈ വേദിയിൽ മാറ്റുരച്ചത്. ആദ്യമായി നമുക്ക് നമ്മുടെ വിധികർത്താക്കൾക്ക് നമ്മുടെ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത് കേൾക്കാം. ശ്രീ കാവാലം ശ്രീകുമാർ. പൊതുവെ 3 വിഭാഗത്തിൽപ്പെട്ട മത്സരത്തിനും സാമാന്യ നല്ല നിലവാരമുണ്ടായിരുന്നു. അതിൽ സൂപ്പർ സീനിയേഴ്സിൽ ഏതാണ്ട് 5 പേരോളം, എനിക്കത് 11 പേരിൽ 5-6 പേരോളം നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. അതിൽ തന്നെയും ക്ലാസിക്കൽ റൗണ്ടിൽ വന്നപ്പോഴാണ് ഒന്ന് മാറി മറിഞ്ഞത്. അതുപോലെ തന്നെ സീനിയേഴ്സിലും തരക്കേടില്ലാത്ത പ്രകടനമാണ് പലരും കാഴ്ചവെച്ചത്. ജൂനിയേഴ്സും എനിക്ക് തോന്നുന്നു ആദ്യം നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ സീനിയേഴ്സ് അങ്ങനെ ആ ഒരു തരത്തിലാണ് നമ്മുടെ നിലവാരത്തിൻ്റെ ഇത്. അത്ര ജൂനിയേഴ്സ് ആകുമ്പോൾ കുറച്ചുകൂടെ ഒന്നും കുറവുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജൂനിയേഴ്സ് ലെവലിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തേണ്ട ഒരു മേഖലയാണ്. കാരണം നല്ല സൂപ്പർ സീനിയർ എത്തുമ്പോഴെങ്കിലും നല്ലൊരു നിലവാരം വരുള്ളൂ.
അപ്പോൾ ജൂനിയർ ലെവലിലുള്ളവർക്ക് എനിക്കൊന്ന് സംഗീതം നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളെല്ലാ കണ്ടസ്റ്റൻസിനോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അവനവൻ്റെ ദേശത്തുള്ള സംഗീതം എവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നോ അവിടെല്ലാം പഠിക്കുക, സംഗീതം കേൾക്കുക, നിരന്തരം അതിനെപ്പറ്റി സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവൊഴിവ് പറഞ്ഞിട്ട്, കാരണം എല്ലാത്തിനും സമയം കിട്ടും. നമ്മൾ ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സമയം എല്ലാത്തിനും ഉണ്ടാകും. അതിന് എല്ലാവരും അച്ഛനമ്മമാരും അതിന് പരീക്ഷയാണ് എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാതെ അവർക്കൊരു അരമണിക്കൂർ ദിവസം പാടുന്നത് പരീക്ഷയ്ക്ക് നല്ലതാണ്, പഠിത്തത്തിനും നല്ല കാര്യമാണത് സംഗീതം. അപ്പോൾ അതുകൊണ്ട് അത് ഉപേക്ഷ വിചാരിക്കാതെ കൂടുതൽ അവർ പാടി തന്നെ വളരട്ടെ. സംഗീതം കൊണ്ട് അവരുടെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ സഹായകമായ ഒന്നാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ ഒരു എന്താ പറയുക എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. താങ്ക് യു. ശ്രീമതി ഗംഗ. സാറ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വെസ്റ്റ് സോണിൽ കണ്ടസ്റ്റൻസ് ഒരുവിധം എല്ലാവരും തന്നെ നല്ല നിലവാരം പുലർത്തിയിരിക്കുന്നു. 2-3 കാറ്റഗറിയിലും. ടു ആ സർപ്രൈസ് മറ്റ് സോൺസ് കമ്പയർ ചെയ്യല്ല, എന്നാലും സൂപ്പർ സീനിയേഴ്സ് ഈ ഒരു സോണിലാണ് കുറച്ചുകൂടി ഡോമിനൻ്റ്ലി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചത്. അത് തോന്നുന്നു എനിക്ക് കാരണം ഏജ് ലിമിറ്റിൻ്റെ ഒരു കാരണം കൂടിയാണ് തോന്നുന്നു. മറ്റ് സോൺസിലൊക്കെ സൂപ്പർ സീനിയേഴ്സിൽ അധികം 30+ ആ ഒരു കാറ്റഗറിയിലുള്ളവരാണ് അധികം ഉണ്ടായിരുന്നത്. ഇവിടെ നല്ല കോമ്പറ്റീഷനും ഞങ്ങൾക്ക് പല സമയത്ത് ഞങ്ങൾക്കൊരു കൺഫ്യൂസിങ് ആയിരുന്നു, ഇത് എങ്ങനെ വിലയിരുത്തണം. ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് ആയപ്പോഴേക്കും ഭയങ്കര ചേഞ്ചസ് പലരുടെ സിംഗിങ്ങിലും. സോ അത് ശരിക്കും ഒരു ചിലതൊക്കെ ടൈ ബ്രേക്ക് മാറിപ്പോയി. ഞങ്ങൾ കുറേ ആലോചിച്ച് അത് അനലൈസ് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ മാർക്ക് ഇടേണ്ടി വന്നത്. അതുകൊണ്ട് നല്ല നിലവാരമുണ്ട്. അതും ഗോവയിൽ നിന്ന് ഇത്രയും കുട്ടികളുണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുക. ശരിക്കും ഗോവ എന്നൊരു സ്ഥലത്ത് നിന്ന് മലയാളികൾ ഇത്രയും നല്ല പാട്ടുകൾ മലയാളം പാട്ടുകളും പാടി ഇങ്ങോട്ട് ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തി എന്നത് സത്യത്തിൽ വളരെ സന്തോഷം തോന്നുന്നു. അതേമാതിരി മധ്യപ്രദേശ്, അങ്ങനെ ഗുജറാത്തിൽ നിന്നൊക്കെ വന്നിട്ട് മുംബൈ മാത്രമല്ലാതെ തന്നെ ഇത്രയും സ്ഥലങ്ങളിൽ. സോ എയ്മയ്ക്ക് ആദ്യം തന്നെ റിയലി ഹാറ്റ്സ് ഓഫ്. ഇത്രയും സ്റ്റേറ്റ്സ് ആൾക്കാരെ തിരഞ്ഞെടുത്ത് ഇങ്ങനൊരു കോമ്പറ്റീഷൻ നടത്താൻ മുന്നോട്ട് വന്നതിനും ഇങ്ങനെ ഇത്രയും ടാലൻസിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി അത്രയും ശ്രമം നടത്തുന്നുണ്ട് ശ്രീകുമാർ സർ. പ്രത്യേകിച്ചും അദ്ദേഹം ഔട്ട് ഓഫ് ദ വേ ഹി ഈസ് ട്രൈങ് ഹിസ് ബെസ്റ്റ് ടു ചാനലിലായാലും എല്ലാവരെയും പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അത്രയും ഹി ഈസ് ട്രൈങ് ഹിസ് ബെസ്റ്റ്. ആൻഡ് ഐമ ഓൾ ടുഗെദർ എല്ലാവരും ഭാരവാഹികൾക്ക് പ്രത്യേകം അവർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാ കണ്ടസ്റ്റൻസിനും നല്ലൊരു മ്യൂസിക്കൽ ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. രണ്ടുപേർക്കും നന്ദി. നമ്മൾ ഫലം പ്രഖ്യാപിക്കുന്നതിന് മുൻപായിട്ട് എയ്മയുടെ ദേശീയ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന് നമ്മുടെ ഈ പരിപാടി തുടങ്ങുന്ന സമയത്ത് ഇനാഗുറേഷൻ സമയത്ത് ഇവിടെ എത്താൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന് ശ്രീ KR മനോജ് ഈ പരിപാടിക്ക് നിങ്ങളെയൊക്കെ ഇവിടെ എത്തിക്കുന്നതിൽ അദ്ദേഹം നൽകുന്ന ഒരു പിന്തുണ എന്ന് പറയുന്നത് വലുതാണ്. ഇന്ത്യയിലൊട്ടാകെ എല്ലാ സ്റ്റേറ്റിലും ഈ മത്സരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് വലുതാണ്. ഏതാനും വാക്കുകൾക്കായി ശ്രീ KR മനോജ്, എയ്മയുടെ ദേശീയ ജനറൽ സെക്രട്ടറി. എല്ലാവർക്കും നമസ്കാരം. 2018 നമ്മൾ തുടങ്ങിയ ഈ എയ്മ വോയിസ് സീസൺ 1 കഴിഞ്ഞ് നമ്മളൊരു ചെറിയൊരു ഇടവേള വന്നുപോയി. 2025 ശ്രീകുമാർജിയുടെ നേതൃത്വത്തിൽ എയ്മ വോയിസ് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ എയ്മയുടെ എല്ലാ സ്റ്റേറ്റുകളും, ഇന്ത്യയിലുള്ള 25 സ്റ്റേറ്റും നല്ലൊരു പ്രതികരണമാണ് തന്നത്. അവരുടെ ആവേശവും അവരുടെ സപ്പോർട്ട് കൂടി ഇതൊരു നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞ്. നമുക്ക് 2 ജഡ്ജസ്മാരാണ് കിട്ടിയിരിക്കുന്നത്. അവർ നമ്മുടെ സോണൽ മത്സരം ചെന്നൈ, അതുപോലെ തന്നെ ഡൽഹിയിൽ എനിക്ക് അവരെ കാണാൻ കഴിഞ്ഞു. റായ്പൂറും കഴിഞ്ഞ് ഇത് ലാസ്റ്റ് മത്സരം നമ്മുടെ മുംബൈയിലാണ്. അപ്പോൾ ഇതിൽ സഹകരിച്ച എല്ലാവർക്കും, ഇതിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും എയ്മയുടെ പേരിൽ ആശംസകൾ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഫലപ്രഖ്യാപനം ബഹുമാനപ്പെട്ട ജഡ്ജസ് ഇപ്പോൾ നടത്തും. ജൂനിയേഴ്സിൽ തേർഡ് പ്രൈസ് ഗോസ് ടു ചെസ്റ്റ് നമ്പർ 104. ചെസ്റ്റ് നമ്പർ 104 ഗൗരി തനയ മഞ്ചേഷ്. ചെസ് നമ്പർ 104 ഗൗരി തന്നയ്യ മഞ്ചേഷ്. ഗൗരിയാണ് 3ാം സ്ഥാനത്തിന് അർഹയായത്. ജൂനിയർ വിഭാഗത്തിൽ നിറഞ്ഞ കൈകളോടുകൂടി നമുക്ക് ഗായിക വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഗുജറാത്തിൽ നിന്നുമാണ് ഗൗരി എത്തുന്നത്. Second prize goes to chest number 107. ചെസ്റ്റ് നമ്പർ 107 സിദ്ധാർത്ഥ് സോണി. സിദ്ധാർത്ഥ് സോണി.
First prize goes to chest number 101. ചെസ് നമ്പർ 101 അനന്യ ദിലീപ് കുമാർ. എയ്മ വോയിസ് 2025 വെസ്റ്റ് സോൺ കോമ്പറ്റീഷൻ ജൂനിയർ വിഭാഗം 1ാം സ്ഥാനം. ചെസ് നമ്പർ 101 അനന്യ ദിലീപ് കുമാർ. ഒരു നിറഞ്ഞ കൈയടി കൊടുക്കാം ഗായികയ്ക്ക്. സീനിയർ വിഭാഗത്തിൽ 3rd പ്രൈസ് കിട്ടിയിരിക്കുന്നത് ചെസ് നമ്പർ 204. ചെസ് നമ്പർ 204 ധൻവിൻ ജയചന്ദ്രൻ. സീനിയർ വിഭാഗത്തിലെ 2ാം സ്ഥാനം 207. ശ്രേയസ് നായർ. സീനിയർ വിഭാഗം 2ാം സ്ഥാനം കരസ്ഥമാക്കിയത് പ്രിയ ഗായകൻ ശ്രേയസ് നായർ. ചെസ് നമ്പർ 207. ആൻഡ് സീനിയർ വിഭാഗത്തിലെ ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു 205. സീനിയർ വിഭാഗം മത്സരത്തിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയത് ഋത്വിക് സുഭാഷ്. സൂപ്പർ സീനിയേഴ്സിൽ 3rd prize goes to chest number 305. ചെസ് നമ്പർ 305 സൂപ്പർ സീനിയർ വിഭാഗം 3ാം സ്ഥാനത്തിന് അർഹയായ ഗായിക ജന്യ പ്രവീൺ നായർ. Second prize goes to chest number 307. എൻ്റെ സെക്കൻഡ് പ്രൈസ് സൂപ്പർ സീനിയർ വിഭാഗത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ഗായകൻ ആന്റണി റാൽഫ് രാജു. ഒരു നിറഞ്ഞ കൈയടി. And the first prize goes to chest number 308. എയ്മ വോയിസ് 2025 വെസ്റ്റ് സോൺ കോമ്പറ്റീഷൻ സൂപ്പർ സീനിയർ വിഭാഗത്തിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയ പ്രിയ ഗായിക കൃഷ്ണേന്ദു ശങ്കർ. സെക്കൻഡ് റൗണ്ടായ ക്ലാസിക്കൽ റൗണ്ടിലാണ് ഇത് മാറി മറിഞ്ഞ ഒരു വിധി. Congratulations to all prize winners. ഇതിൽ ഇപ്പോൾ 9 പേര് സമ്മാനിതരായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ഇവിടെ നമ്മൾ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ തുടങ്ങുന്നതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റേജിൽ നമ്മൾ അതിനൊരു ക്രൈറ്റീരിയ, അടുത്ത സ്റ്റേജിലേക്ക് പോകാനൊരു ക്രൈറ്റീരിയ പറഞ്ഞിരുന്നു. ആ ക്രൈറ്റീരിയ പ്രകാരം അടുത്ത സ്റ്റേജിലേക്ക് പോകാനായിട്ട് ഈ 9 പേരിൽ 8 പേർ മാത്രമാണ് അർഹരായിട്ടുള്ളത്. ജൂനിയേഴ്സിൽ 2 പേര്, സീനിയേഴ്സിൽ 3 പേര്, സൂപ്പർ സീനിയേഴ്സിൽ മറ്റൊരു 3 പേര്. ഇതാണ്, അതും അറിയിക്കുന്നു. 9 പേരിൽ ഒഴിവാകുന്ന ഒരു കൊച്ചു കുട്ടിയാണ്, മിടുക്കി കുട്ടി. പക്ഷേ ആ കുട്ടി ഇനിയും നല്ല മിടുക്കിയാണ്, പാട്ടിൽ ഒരുപാട് ഭാവിയുണ്ട്. അപ്പം വരും വർഷങ്ങളിലൊക്കെ ആ കുട്ടിക്ക് മികച്ച പ്രകടനം നടത്താനും നമ്മുടെ അടുത്ത സ്റ്റേജുകളിലേക്ക് വരാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വിധികർത്താക്കൾക്ക് ഉള്ള ആദരം സമർപ്പിക്കുകയാണ്. ശ്രീ കാവാലം ശ്രീകുമാറിന് അദ്ദേഹത്തെ ഷാൾ അണിയിച്ച് ആദരിക്കുന്നു. എയ്മയുടെ ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ ബിനു ദിവാകരൻ. മെമൻ്റോ സമ്മാനിച്ചു ശ്രീ ബിനു ദിവാകരൻ. ശ്രീമതി ഗംഗ സിത്തരസ് ഷാൾ സമ്മാനിക്കുന്നു. ശ്രീമതി രാഖി സുനിൽ. ശ്രീമതി ഗംഗ സിത്തരസിന് മെമൻ്റോ സ്നേഹോപഹാരം സമ്മാനിക്കുന്നു എയ്മയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KR മനോജ്. മനോഹരമായിരുന്നു ഇന്നത്തെ മോഹിനിയാട്ടം അവതരണം. മോഹിനിയാട്ടം അവതരിപ്പിച്ച ടീം ലീഡർ ശ്രീമതി കലാമണ്ഡലം രാജലക്ഷ്മി, ശ്രീ മുരളീധരൻ ശ്രീമതി രാജലക്ഷ്മിക്ക് ഉപഹാരം സമ്മാനിക്കുന്നു. ഇത്തരം മത്സരങ്ങൾ നടത്തുന്ന ഒരുപാട് ചലഞ്ചസ് നേരിട്ടുകൊണ്ടാണ്. പക്ഷേ ആ ചലഞ്ചസിനെയൊക്കെ ഞങ്ങൾ ഓവർകം ചെയ്യുന്നത് ഞങ്ങൾ ഇത്തരം മത്സരങ്ങൾ അനൗൺസ് ചെയ്യുമ്പോൾ ആവശ്യത്തോടെ അതിനെ സമീപിക്കുകയും നല്ല സ്പിരിറ്റോടു കൂടി ആ മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോഴാണ്. സംസ്ഥാന തലത്തിലെ മത്സരം നടന്നു. ഇപ്പോൾ മേഖലാ മത്സരം ഇന്നത്തെ ഈ മത്സരത്തോടെ തീരുകയാണ്. ഡിസംബർ 25 മുതൽ ഈ സോണലിലേക്ക് ക്വാളിഫൈ ചെയ്ത മുഴുവൻ ആളുകളും കൊച്ചിയിൽ ഒത്തുചേരുകയും
അവരുടെ ഒരു ഗ്രൂമിംഗ് സെഷന് ശേഷം 27, 28 തീയതികളിൽ ഫ്ലവേഴ്സിൻ്റെ സ്റ്റുഡിയോ ചാനലിലാണ് ഇവർ ഫിനാലയിൽ പങ്കെടുക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാനലുമായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കി ഈ മത്സരത്തെ ആ ചാനലിലേക്ക് കൊണ്ടുവന്നത് 2018, ഏതാണ്ട് 8 വർഷം മുമ്പ്. പക്ഷേ 7 or 8 വർഷം മുമ്പുണ്ടായിട്ടുള്ള ചാനലല്ല ഇന്ന് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ഇന്ന് മലയാളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന എൻ്റർടൈൻമെൻറ്റ് ചാനലാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന എൻ്റർടൈൻമെൻറ്റ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫ്ലവേഴ്സ് ചാനൽ ഉൾപ്പെടും. അപ്പോൾ അത്തരം ഒരു ചാനൽ ഫ്ലോറിൽ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള പാടാൻ കഴിവുള്ള കുട്ടികളെ എത്തിച്ച് അവരെ ഒന്ന് സംഗീതാസ്വാദകർക്ക് മുമ്പിൽ എത്തിക്കാൻ നടത്തുന്ന ഞങ്ങളുടെ ശ്രമങ്ങൾ വിജയിക്കുന്നത് നിങ്ങൾ തുടർന്നും ഇത്തരം പരിപാടികളോട് സഹകരിക്കുമ്പോഴാണ്. ഈ പശ്ചിമ മേഖലയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും ഈ വർഷത്തെ ഈ മത്സരത്തിൽ സഹായിച്ച എല്ലാവരോടും സന്തോഷം പറയുന്നു. ഒപ്പം വരും വർഷങ്ങളിലും പുതിയ ഫോർമാറ്റിൽ വരും വർഷങ്ങളിലും ഈ പരിപാടി ഉണ്ടാകും. ബഹുമാനപ്പെട്ട ജഡ്ജസ് ഇവിടെ അഭിപ്രായപ്പെട്ടതുപോലെ ഇത് ശരിയായ കാലാവസ്ഥയുള്ള ഒരു സമയമല്ല ഈ ഒക്ടോബർ, നവംബർ മാസങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ തന്നെ ഇത് മറ്റൊരു ഫോർമാറ്റിൽ ഈ മത്സരവുമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തും. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മറുനാട്ടിൽ ജീവിക്കുന്ന കുട്ടികളും സംഗീതത്തോട് അഭിരുചിയുള്ള താല്പര്യമുള്ള കുട്ടികളെ അവർക്ക് അർഹിക്കുന്ന അംഗീകാരം വാങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വരും വർഷങ്ങളിൽ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. പിരിയുന്നതിന് മുൻപ് ഈ സോണൽ മത്സരം ഇവിടെ പ്രാവർത്തികമാക്കാനായിട്ട് സഹായിച്ച ഒട്ടേറെ ആളുകളുണ്ട്. ആദ്യം ഞാൻ ശ്രീ കോമളൻ്റെ പേര് പറയും. അതിനുശേഷം ശ്രീ TA ഖാലിദിൻ്റെ നേതൃത്വത്തിലുള്ള എയ്മയുടെ മഹാരാഷ്ട്ര കമ്മിറ്റി, അതിൻ്റെ മുഴുവൻ ആളുകളും, ശ്രീരത്തൻ അടക്കം, ശ്രീ ശ്യാംലാൽ, ഇന്നത്തെ ഇതിൽ സഹായിച്ച ആളുകൾ, ശ്രീമതി പ്രേമ മേനോൻ, രാഖി സുനിൽ, സുമച്ചേച്ചി, അങ്ങനെ ഞാൻ ശ്രീ ജ്യോതീന്ദ്രൻ നമ്മുടെ പ്രധാനപ്പെട്ട ആളാണ്. ഇന്നലെ വന്നപ്പോൾ മുതൽ ഞങ്ങളോടൊപ്പം അദ്ദേഹം ഉണ്ട്. അങ്ങനെ ഇവരുടെയൊക്കെ സഹകരണത്തോടെയാണ് വലിയ രീതിയിൽ വിജയകരമായിട്ടിത് നടത്താനായിട്ട് കഴിഞ്ഞ. ചെന്നൈയും ഡൽഹിയും റായ്പൂരും കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട ജഡ്ജസ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അവരുടെ മനസ്സിൽ, അവരുടെ വാക്കുകളിലും ആ ഒരു തൃപ്തി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാരണക്കാരെന്ന് പറഞ്ഞാൽ ശ്രീ കോമളൻ, ശ്രീ TA ഖാലിദ്, ശ്രീ ജ്യോതീന്ദ്രൻ അടക്കമുള്ള മഹാരാഷ്ട്ര യൂണിറ്റിലെ ഭാരവാഹികളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി ശ്രീ കോമളൻ ഒരു വാക്ക് പറഞ്ഞിട്ട് ഇതിന് എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എയ്മ മഹാരാഷ്ട്രയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വെസ്റ്റ് സോൺ എയ്മ വോയിസ് 2025 ആണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഈ പ്രോഗ്രാം ഇവിടെ വിജയകരമായി സംഘടിപ്പിക്കാൻ ഞങ്ങളെ മഹാരാഷ്ട്രയെ സഹായിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് സെൻട്രൽ നിന്ന് വന്ന നാഷണൽ ജനറൽ സെക്രട്ടറി, സീനിയർ വൈസ് പ്രസിഡൻറ്റ്, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന ഭാരവാഹികൾ, കണ്ടസ്റ്റൻസ്, നമുക്ക് സൗണ്ട് സിസ്റ്റം തന്ന വിലാസ്, ഈ സ്റ്റേജ് നമ്മൾക്ക് കൺസൾട്ടേറ്റ് തന്ന ഈ ടെർണയുടെ ഓഡിറ്റോറിയത്തിൻ്റെ മാനേജ്മെൻറ്റ്, നമുക്ക് നല്ലൊരു ഡാൻസ് പ്രോഗ്രാം അവതരിപ്പിച്ച ടീച്ചറിൻ്റെ പാർട്ടി, പിന്നെ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത മുരളിച്ചേട്ടന്, നമുക്ക് ഈ പ്രോഗ്രാമൊക്കെ നല്ല രീതിയിൽ അനൗൺസ് ചെയ്യാൻ സഹായിച്ച ശ്യാമ, നമ്മുടെ സ്വന്തം ശ്രീകുമാർ, എല്ലാവർക്കും, പ്രത്യേകിച്ചും ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്ത ഫ്ലവേഴ്സ് ചാനൽസിൻ്റെ ക്രൂ മെമ്പേഴ്സിനും എൻ്റെ പേരിലും എയ്മ മഹാരാഷ്ട്രയുടെ പേരിലുള്ള നന്ദി ഈ സമയത്തിൽ അവതരിപ്പിച്ചുകൊള്ളുന്നു. കൂടാതെ 2 ജഡ്ജസ്, കാവാലം ശ്രീകുമാർ സാറ്, ഗംഗ, അവരൊക്കെ നിങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ അവസരത്തിൽ ആർക്കെങ്കിലും വിട്ടുപോയിട്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി എയ്മ മഹാരാഷ്ട്രയുടെ പേരിൽ നന്ദി പറഞ്ഞോളൂ. താങ്ക് യു. ശ്രീ ഉപേന്ദ്ര ബനോജിയുടെ പേര് ഞാൻ വിട്ടുപോയതാണ്, ക്ഷമിക്കുക കേട്ടോ. ജഡ്ജസിന് ഏതാണ്ട് ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒന്നുമില്ല, അടുത്ത തവണ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു വൈഡ് പബ്ലിസിറ്റി. ഇപ്പോൾ ഗംഗയുടെ തന്നെ കുറച്ച് പേര് ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പേജിലൂടെ നിങ്ങളൊരു നല്ലൊരു മാറ്റർ തയ്യാറാക്കിയിട്ട് ഞങ്ങൾക്കത് കാര്യം ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഫേസ്ബുക്കിലോ ഒക്കെ അത് അടുത്ത തവണ ഇടാം. എനിക്കത് ഞങ്ങൾ മാത്രമല്ല, മറ്റു പല ഗായകരും മറ്റു പല ആർട്ടിസ്റ്റും അത് ഇടും. കാരണം പിള്ളേരുടെ കാര്യമാണ്. അവർ വ്യാപകമായിട്ട് താല്പര്യമുള്ള കുട്ടികളെ അറിയിക്കേണ്ട ഒരു കർത്തവ്യം നമുക്കുമുണ്ട് സംഗീതക്കാരെന്നുള്ള നിലയിൽ. അത്രയേ ഉള്ളൂ പറയാൻ ഞങ്ങൾ.
അതേപോലെ ഇപ്രാവശ്യം പ്രൈസ് കിട്ടാത്തവർ ഒരിക്കലും പിന്നോട്ട് നിൽക്കരുത് എന്നെനിക്ക് പ്രത്യേകം പറയാനുണ്ട്. ഇതൊരു അയ്യോ നമുക്കിനി ശ്രമിക്കാൻ പറ്റില്ല എന്നൊരു മാനസികാവസ്ഥയിലേക്ക് പോവരുത്. നിങ്ങൾക്ക് ഇതൊരു സ്റ്റാർട്ടിങ് ആവട്ടെ. ഒരു ഫ്യൂ മന്ത്സും കൂടിയേ ഉള്ളൂ അടുത്തതിന് തയ്യാറാവാൻ. ഇപ്പം തന്നെ തുടങ്ങുക. എന്തൊക്കെ ഞങ്ങൾ പറഞ്ഞ കമൻസ് ഒന്ന് മനസ്സിലാക്കിയിട്ട് മാക്സിമം ഇപ്പം തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ഡെഫിനറ്റ്ലി ഓരോ മുഖങ്ങളും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇപ്പം ഞങ്ങൾ ജഡ്ജ് ചെയ്യാൻ വരികയാണെങ്കിൽ ഇതിൽ എത്ര പേര് വീണ്ടും വരുമെന്ന് ഞാനുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കും. അതിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും ഞാൻ ഓർമ്മിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇമ്പ്രൂവ്മെൻറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത സീസൺ വരുമ്പോഴേക്കും എല്ലാവരും വീണ്ടും പങ്കെടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലും നിങ്ങളുടെ പരിചയക്കാർ വഴി എല്ലാവരെയും മാക്സിമം ആൾക്കാരെ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം ഇത്തരമൊരു ഇനീഷ്യേറ്റീവ് ഐമ എടുത്തത് ഒരിക്കലും അത് വേസ്റ്റായി പോകരുത്. പലർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടാത്തവരുണ്ടാവും ഇനിയും. എന്നോട് തന്നെ ഒരു 2-3 പേര് 2 സോൺ, ചെന്നൈയിൽ നിന്നും ചോദിച്ചു, മുംബൈയിൽ നിന്നും ചോദിച്ചു, ഞങ്ങളത് അറിഞ്ഞില്ല, തുടങ്ങിയത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ സർക്കിളിൽ മാക്സിമം അത് ഞാൻ ആഡ് ഇട്ടപ്പോഴാണ് അറിഞ്ഞത്, എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ, എവിടെയാണ് ഓഡിഷൻ നടക്കണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ ഓഡിഷനാന്ന് വിചാരിച്ചിട്ടല്ല, അത് സെമി ഫൈനൽസ് മാറി എത്തിക്കഴിഞ്ഞു, ഇത് സെമി ഫൈനൽസാണ്, ഫൈനൽസിലേക്കാണ് അടുത്ത് പോകുന്നതെന്ന് ഞാൻ പറയുമ്പോഴാണ് അവർ അറിയുന്നത്. അപ്പോൾ എന്തുകൊണ്ടും കഴിവുള്ളവരും പാടാൻ താല്പര്യമുള്ളവരെയും ഒക്കെ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഓരോരുത്തരും ശ്രമിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. താങ്ക് യു. പരിപാടിയുടെ കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് 2 വാക്ക് പറഞ്ഞ് പരിപാടികൾ പൂർണ്ണമായി നമുക്ക് അവസാനിപ്പിക്കാം. പരിപാടി അവസാനിക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ ഇനി എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരോടും നന്ദി പറയാൻ, ഹൃദയത്തിൽ നിന്ന്, അകത്തു നിന്നുള്ള, അടിത്തട്ടിൽ നിന്നുള്ള നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇത്രയധികം സഹകരണം നൽകിയ ഞങ്ങളുടെ മുൻ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റേറ്റ് ലെവൽ കോർഡിനേറ്ററുമായ ശ്രീകുമാർ, അത് തീർച്ചയായും ഞങ്ങൾക്ക് കുറേ കാലമായിട്ട് അദ്ദേഹത്തെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് എഗെയിൻ യു ആർ ദേ. താങ്ക് യു. പിന്നെ 2 ജഡ്ജസ് അവർ ചില കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ പോലും അത് മനസ്സിലാക്കുന്നത്. നമുക്കൊക്കെ സംഗീതം കേട്ടിട്ട് അല്ലെങ്കിൽ അത് ആസ്വദിച്ചിട്ടുള്ള പരിചയമുള്ളൂ, പാടിയിട്ടുള്ള പരിചയം ഇല്ലെങ്കിലും. സ്കൂളിൽ ഒക്കെ പഠിക്കുമ്പോൾ പാടുമായിരുന്നു. അപ്പോൾ മനസ്സിലാകുന്നിപ്പോൾ എന്തൊക്കെയാണ് ഓരോരു ഗായകൻ അല്ലെങ്കിൽ ഗായിക ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതൊന്ന് മെച്ചപ്പെടുത്തേണ്ടതെന്ന്. പക്ഷേ പലരും, ഇന്നത്തെ ജഡ്ജസും ബാക്കിയുള്ളവരും പറഞ്ഞതുപോലെ പ്രൈസ് അല്ലെങ്കിൽ സമ്മാനം കിട്ടാത്തതുകൊണ്ട് നിരാശപ്പെടരുത്. എല്ലാവർക്കും വിജയികളാവാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്ന് വിജയികളായവർ നാളെ ആ ലെവൽ മാറി വരും. കഴിഞ്ഞ പ്രാവശ്യം വിജയികളായവർ ഇപ്രാവശ്യം വിജയികളായില്ല എന്ന് വരും. എല്ലാവർക്കും ഭാവുകങ്ങൾ നേരുന്നു. ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ചിട്ട് ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ നാഷണൽ ജനറൽ സെക്രട്ടറി മനോജിനും നാഷണൽ സീനിയർ വൈസ് പ്രസിഡൻറ്റ് ബിനു ദിവാകരനും പ്രത്യേകം നന്ദി പറയുന്നു. വിജയികൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നിങ്ങൾക്ക് നല്ലൊരു മത്സരം അടുത്ത മാസം കൊച്ചിയിൽ വെച്ച് നടത്താനുള്ള ഒരു നല്ല ഒരു അവസരമാണ്. അതിന് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മത്സരിച്ച് ഇന്ന് പ്രൈസ് നേടാത്തവർ നിരാശപ്പെടേണ്ട എന്ന് കൂടി അറിയിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.